അങ്ങനെ നമ്മൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ എന്നുള്ള തുടർച്ചയായിട്ടുള്ള യാത്രയിലാണ്. നമ്മളെല്ലാവരും യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ? ഒരു കിടിലൻ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാനാണ്. അങ്ങനെ നമ്മളും വാഗമണ്ണിൽ വന്നിട്ട് പല കിടിലനായിട്ടുള്ള ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. അങ്ങനെ വാഗമണ്ണിൽ നിന്ന് നമ്മൾ ആദ്യം പോകുന്നത് ഒരു കിടിലൻ വാട്ടർഫോൾസിലേക്കാണ്. ഈ വാട്ടർഫോൾസ് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ വാട്ടർഫോൾസ് അത്ര ഭംഗിയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാലൊഴുകുംപാറ എന്ന് ഫേമസ് ആയിട്ടുള്ള ഒരു വാട്ടർഫോൾസിലാണ്. കണ്ടോ, പാലൊഴുകുന്ന അതേ കളറിലും അതേ ശബ്ദത്തിലും തന്നെയല്ലേ ഈ വാട്ടർഫോൾസ് ഇരിക്കുന്നത്. അപ്പോൾ വാഗമണ്ണിലൊരു കിടിലൻ അട്രാക്ഷനാണ് പാലൊഴുകുംപാറ. നമ്മളിപ്പോൾ ഉള്ളത് നോർമൽ എല്ലാവരും വാഗമണ്ണിൽ വന്ന് കഴിഞ്ഞാൽ കാണാൻ പോകുന്ന പൈൻ ഫോറസ്റ്റിലേക്കല്ല കേട്ടോ പോകുന്നത്. ഇതാണ് ലോവർ പൈൻ വാലി എന്ന് പറയുന്ന വാഗമണ്ണിലുള്ളൊരു കിടിലൻ സ്പോട്ട്. ഇത് നമ്മളൊരു ഉൾറോട്ടിൽ കൂടെയൊക്കെയാണ് കയറി വരുന്നത്. അപ്പോൾ ഒരു ചെറിയ ഗ്രാമപ്രദേശം, ഇങ്ങടേക്കുള്ള വഴിയൊന്നുമില്ല. മാപ്പിൽ നോക്കിയൊക്കെ വരേണ്ടി വരും. അധികം ആൾക്കാരൊന്നും വരാത്തതുകൊണ്ടും അത്ര ഫേമസ് അല്ലാത്തതുകൊണ്ടും നമുക്ക് ഇങ്ങടേക്കുള്ള വഴിയൊന്നും ശരിയും കിട്ടാൻ ചാൻസില്ല. ഇവിടെ ഒരു പാർക്കിംഗ് ഫീസ് ഉണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ, ഈ ബോർഡിൻ്റെ ഓപ്പോസിറ്റ് തന്നെ കാണുന്ന ആ വീട്ടിലാണ് കൊടുക്കേണ്ടത്. ബൈക്കിനും ഓട്ടോയ്ക്കൊക്കെ 10 റുപ്പീസും, കാർ 20. വലിയ വണ്ടികൾ വരില്ല. വളരെ ചെറിയ നാരോ ആയിട്ടുള്ള റോഡാണ്. മാക്സിമം ഒരു കാറ് അത്രയൊക്കെ വരാനുള്ളൂ. അതും ഒത്തിരി വലിയ XUV പോലത്തെ കാറൊക്കെ ആണെങ്കിൽ സൈഡിൽ ഈ പറഞ്ഞ പോലെ ചെറിയ കമ്പുകളൊക്കെ ഇങ്ങനെ പൊങ്ങിയിട്ടുണ്ടാവും, ചെറിയ ചെടികളുടെയൊക്കെ. അപ്പോൾ ചിലപ്പോൾ വണ്ടിക്ക് സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. പൈൻ ഫോറസ്റ്റിൻ്റെ എൻട്രൻസിലേക്ക് ഉള്ളൊരു എൻട്രി ഫീ ആയിട്ട് അവർ ചെറിയൊരു എമൗണ്ട് ഈടാക്കുന്നുണ്ട്. അധികമൊന്നുമില്ല, ചെറിയൊരു തുക ഈടാക്കുന്നുള്ളൂ. പക്ഷേ ഇത് വർത്താണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ നമുക്ക് ആ ടിക്കറ്റ് എടുത്തിട്ട് നേരെ നമ്മുടെ കാഴ്ചയിലേക്ക് പോകാം. ഇവിടെ ഔഷധ സസ്യങ്ങളും പിന്നെ ഈ പൈൻ ഫോറസ്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എഴുതിയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എത്രയാവുമെന്നും ഉള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് കോട്ടയം ഫോറസ്റ്റ് ഡിവിഷനിലുള്ള എരുമേലി റേഞ്ചിൽ തന്നെ ഉള്ളൊരു കിടിലൻ പൈൻ ഫോറസ്റ്റാണ്. ടിക്കറ്റ് ചാർജ് 60 റുപ്പീസാണ്. അതായത് ഈച്ച് പേഴ്സൺ ഒരാൾക്ക് 30 റുപ്പീസ് വെച്ച് 60 റുപ്പീസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ പൈൻ ഫോറസ്റ്റിലേക്ക് പോകാം. പൈൻ ഫോറസ്റ്റിൻ്റെ എൻട്രൻസ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ലുക്കാണ്. വാവ്, എന്ത് ഭംഗിയല്ലേ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ കേരളത്തിൽ തന്നെ അല്ല എന്നുള്ളൊരു ലുക്ക്. നോർമൽ വാഗമണ്ണിലുള്ള പൈൻ ഫോറസ്റ്റിനേക്കാളും ഭയങ്കര ഭംഗിയുണ്ട് ആക്ച്വലി ഈ പൈൻ ഫോറസ്റ്റാണ്. മൊട്ടക്കുന്നുകൾ മാത്രമായിട്ട് പ്രശസ്തി നേടിയൊരു സ്ഥലമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാഗമണ്ണ്. ആ വാഗമണ്ണിൽ തന്നെ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പൈൻ ഫോറസ്റ്റും അല്ലെങ്കിൽ ഇവിടെ കുറേ അക്വേഷ്യയൊക്കെ നടാൻ ശ്രമിച്ചതും ബ്രിട്ടീഷുകാരാണ്. അതുകൊണ്ട് ഈ സ്ഥലം അത്രയും ബ്യൂട്ടിഫുൾ സ്പേസ് ആയിട്ട് മാറി. ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസായി മാറിയതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പൈൻ ഫോറസ്റ്റൊക്കെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതിലോട്ട് പോകുന്ന വഴിയും കാണാൻ ബ്യൂട്ടിഫുള്ളാണ്. പല യൂറോപ്യൻ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ മലയാള സിനിമ ആണെങ്കിൽ പോലും ആദം ജോണൊക്കെ പോലത്തെ സിനിമ ഉണ്ടല്ലോ, അല്ലെങ്കിൽ 7th ഡേ, അങ്ങനത്തെയൊക്കെ സിനിമ, അല്ലെങ്കിൽ നമ്മുടെ പഴയ ദേവദൂതൻ, ഈ പറഞ്ഞ സിനിമകളൊക്കെ ഈ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് എടുത്തത്. അപ്പോൾ നമ്മൾ നോർമലി വാഗമൺ വന്ന് കാണുന്ന ആ പൈൻ വാലി അല്ല ഇത്. ഇത് ലോവർ പൈൻ വാലി എന്നാണ് പറയുക. ഇവിടെ ടിക്കറ്റൊക്കെ എടുത്ത് കയറി കാണാം. പക്ഷേ നോർമൽ പൈൻ വാലിൻ്റെയിലും നല്ല ഭംഗിയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാർ ഈ കാണുന്ന മൊട്ടക്കുന്നെല്ലാം മാറ്റി അക്വേഷ്യം പൈൻ മാത്രമായിട്ട് നിറച്ച് നിർത്തി. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ ബ്യൂട്ടിഫുൾ സ്ഥലം? ഒറ്റ മനുഷ്യനില്ല. സാധാരണ നമ്മൾ പൈൻ വാലിയിലൊക്കെ പോകില്ലേ, അത് വാഗമണ്ണൊക്കെ വന്നാലും മൂന്നാർ പോയാലും പൈൻ വാലിയിലൊക്കെ പോകുമ്പോൾ ആക്ച്വലി അവിടെ നിറച്ച ആൾക്കാരായിരിക്കും. ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയിരിക്കും. ഇത് കുറച്ച് ഹിഡൻ ആയിട്ടുള്ള സ്ഥലമാണ്, അധികം ആർക്കും അറിയില്ല. നമ്മുടെ വീഡിയോയിൽ കൂടുതലും വരെ ഹിഡൻ ആയിട്ടുള്ള സ്പേസാണ്. അപ്പോൾ നല്ലൊരു പ്ലേസാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് പാർക്കിംഗ് ഫീസും പിന്നെ എൻട്രൻസ് ആയിട്ട് മൊത്തം ഏകദേശം ഒരു 70 റുപ്പീസ് മാത്രമേ ഇവിടേക്ക് ചാർജ് ആവുന്നുള്ളൂ. അപ്പോൾ പാലൊഴുകുംപാറ വന്നു കഴിഞ്ഞാൽ നേരെ വരേണ്ട ഒരു കിടിലൻ സ്പോട്ടാണ് ഈ പറഞ്ഞ പൈൻ വാലി. ഒരു 300 മീറ്റേഴ്സ് മാത്രം നടക്കാനുള്ളൂ. പക്ഷേ അടിപൊളിയാണ്. നോർമൽ പൈൻ വാലിനേക്കാളും അടിപൊളിയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കഥയിലുള്ള നായകനെ പോലെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് മൊട്ടക്കുന്നൊക്കെ അടിപൊളിയാക്കി എടുത്ത പൈൻ വാലിയാണ്. പൈൻ മാത്രമല്ല, ചില സ്ഥലത്തൊക്കെ നോക്കിയാൽ അങ്ങിങ്ങൊക്കെ ആയിട്ട് നമുക്ക് അക്വേഷ്യ മരങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ കിടിലൻ സ്പോട്ടല്ലേ. ഇത്രയും നേരം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പുഴയുടെ സൗണ്ട് കേട്ടില്ലേ? പുഴയല്ല, ഒരു സ്ട്രീം, ഒരു അത്യാവശ്യം വലിയ ഒരു വിട്ടുള്ള ഒരു സ്ട്രീമാണ്. നല്ലോണം വെള്ളം പോകുന്നുണ്ട്. ഇതേ കണ്ടോ, ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ഒരു മയിൽക്കുറ്റിയൊക്കെ ഉണ്ട്, അതിന് നേരെയാണ്. നല്ല രസമുള്ള സൗണ്ടാണ്.
അവിടെ നേരെ നമുക്ക് വീണ്ടും തിരിച്ച് നമ്മുടെ വന്ന എൻട്രിയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു കിടക്കാം. ലൊക്കേഷൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നേരത്തെ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ച അതേ കണ്ടീഷനാണ്. കിട്ടില്ല സ്പോട്ടാണ്. ഇനി ഒരു കോടയുടെ കുറവ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ വന്നപ്പോൾ ഏകദേശം ഒരു 12 അടുത്തോട്ടെ. പക്ഷേ ഏർലി മോർണിംഗ് ഒന്നും വന്നാൽ ഇത് അത്ര പോസിബിൾ അല്ല തോന്നുന്നു. എന്നാലും ഒരു 8:30 to 9 ഒക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ലെന്നൊരു ഫോഗി ആയിട്ടുള്ളൊരു മിസ്റ്റി ലുക്കായിരിക്കും മൊത്തത്തിൽ. ഇപ്പോൾ തന്നെ ചെറുതായിട്ടുണ്ട്, പക്ഷേ എന്നാലും സണ്ണിൻ്റെ ഒരു ചെറിയ വെളിച്ചമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലം മറക്കണ്ട. എവിടെ? പൈൻ വാലി. ഓക്കെ, പാലൊഴുമ്പാറ വാഗമണ്ണിൻ്റെ അടുത്ത്. അപ്പോൾ ഓക്കെ, പൈൻ വാലിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. വാഗമണ്ണിൻ്റെ ഉള്ളിൽ തന്നെയാണ്, വാഗമൺ മെഡോസിൻ്റെ അടുത്താണ്. നമ്മൾ ഊണൊക്കെ കഴിച്ചിട്ട് പതുക്കെ നമ്മുടെ അഡ്വഞ്ചർ പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. സോ നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമുക്ക് പുറത്തോട്ട് പോകുമ്പോൾ ലൈറ്റായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി വീണ്ടും വാഗമണിൻ്റെ ഏലപ്പാറയിലേക്കുള്ളൊരു റൂട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കാണുന്ന ഈ ഒരു സീനറി ഒക്കെ. അങ്ങനെ നമ്മൾ അഡ്വഞ്ചർ പാർക്കിലെത്തി. പിന്നെ അഡ്വഞ്ചർ പാർക്കിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ നമുക്കും ജസ്റ്റ് ജോയിൻ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ്. മഴ ലൈറ്റായിട്ട് പെയ്യുന്നുണ്ട്. ഇത്ര നേരം മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. സോ നമുക്കിവിടെ നേരെ അഡ്വഞ്ചർ പാർക്കിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ് ഈ കാണുന്നത്. കോൺക്രീറ്റ് ഒക്കെ ഇട്ട് നല്ല കിടിലൻ പാർക്കിങ്ങും സൗകര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതേ ഐ ലവ് വാഗമൺ എന്നൊക്കെ പറഞ്ഞൊരു കിടിലൻ സൈൻ ബോർഡൊക്കെ മേളിൽ കാണുന്നുണ്ട്. ഈ മലയുടെ മുകളിലാണ് ഈ അഡ്വഞ്ചർ പാർക്ക്. അതായത് ഗ്ലാസ് മഴ കാരണം നമ്മുടെ വാഗമൺ കുറച്ച് പ്ലാനുകൾ നമ്മൾ മാറ്റി വെച്ചേക്കുന്നത്. നമുക്കൊരു ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു. നമുക്ക് അഡ്വഞ്ചർ പാർക്കിൽ വന്നിട്ട് സിപ്പ് ലൈനും ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായി. സോ ആ ആഗ്രഹം ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിച്ചിട്ട് പോവാണ്. സോ നമുക്ക് മഴയില്ലാത്ത പോകാൻ. കാരണം മഴ ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സിപ്പ് ലൈനും ഗ്ലാസ് ബ്രിഡ്ജൊക്കെ അടച്ചിടും. 2 months ബാക്ക് വരായിരുന്നു, പക്ഷേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കട്ടെ, മഴയില്ലാത്ത ഈ സീസണിൽ നമുക്ക് എപ്പോഴും വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കിത് വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, നമ്മുടെ അഡ്വഞ്ചർ എന്നുള്ള ഒരു സംഭവം പോയിട്ട് നമ്മളിപ്പോൾ അഡ്വഞ്ചർ എന്നുള്ള ആ ഒരു പ്ലാൻ പൊളിഞ്ഞു. സോ നമ്മളിനി അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് നേരെ ഏലപ്പാർക്ക് പോവാണ്. നമ്മുടെ വണ്ടിയിലെ പെട്രോൾ ഏകദേശം ഖതം ആ ഒരു മോഡാണ്. അപ്പോൾ നേരെ നമ്മളിനിയിപ്പോൾ ഏലപ്പാർക്ക് പോവാണ്. അപ്പോൾ അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് ഏകദേശം ഒരു 12 kilometer ഉണ്ട്. അഡ്വഞ്ചർ പാർക്കിൽ നിന്നല്ല, സോറി, നമ്മുടെ വാഗമൺ മെഡോസിൽ നിന്ന് ഏകദേശം 12 kilometers ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ നിങ്ങളൊരു കാഴ്ച കാണിച്ചു തരാം. കുറച്ച് ഓൾഡസ്റ്റ് സാധനമാണ്. നമ്മുടെ ബാക്കിലൊരു സെമെട്രി ഉണ്ട് റോഡ് സൈഡിൽ തന്നെ. അതായത് ഓപ്പോസിറ്റ് നല്ല നല്ല കാഴ്ചയാണ്. കാരണം ഓപ്പോസിറ്റ് നമുക്കൊരു ടീ എസ്റ്റേറ്റ് ആണ്, അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്കൊരു സെമെട്രിയാണ്. ഓക്കെ, ഞാൻ അകത്തോട്ട് പോയൊന്നും കാണിക്കുന്നില്ല. വെറുതെ അവിടെ ഉറങ്ങിക്കിടക്കുന്നവരെ നമ്മൾ ശല്യപ്പെടുത്തുന്നതിനാ. ചിലപ്പോൾ നമ്മൾ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ കൂടെ പോന്നാലോ. സോ നമുക്ക് ഇവിടുന്ന് പോവാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏകദേശം കുട്ടിക്കാനെത്താറായി. കുട്ടിക്കാനത്ത് അടുത്തുള്ള ഒരു കിടിലൻ കാഴ്ചയാണിത്. നല്ല കിടിലൻ മലകളും റോഡും. ഇപ്പോൾ കുട്ടിക്കാനം റോഡിൽ തന്നെ കാണുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ കുട്ടിക്കാനം മരിയൻ കോളേജാണ്. ഇത് നോക്കി, 2 പേര് നമ്മളോട് ലിഫ്റ്റ് വയ്ക്കാൻ വേണ്ടിക്കുന്നു. പറ്റില്ല, ഞങ്ങൾ 4 പേരാവും. അപ്പോൾ അവർക്ക് ലിഫ്റ്റ് കൊടുക്കാൻ നമ്മൾ തിരിച്ചു വന്നപ്പോഴാണ് ഇവിടെ ഒരു ക്യൂട്ട് ഫാമിലി ഇരിക്കുന്നുണ്ട്. ഇതേ ഒരു കുഞ്ഞും അതിൻ്റെ അച്ഛനും അമ്മയൊക്കെ. അച്ഛന് നാണം വന്നിട്ട് അമ്മയുടെ പുറകെ ഒളിച്ചിരിക്കുകയാണ്. കുഞ്ഞ് കയറി വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും ഉള്ളത് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസിൻ്റെ അടുത്താണ്. വളഞ്ഞങ്ങാനം ജസ്റ്റ് ഒരു 500 meter ഉള്ളൂ. വളഞ്ഞങ്ങാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുമെന്നറിയില്ല, പക്ഷേ റീൽസൊക്കെ കാണുന്ന പലരും ഈ വാട്ടർഫോൾസ് പേര് കേട്ടിട്ടുണ്ടാവും. അത്യാവശ്യം വലിയ ഒരു വാട്ടർഫോൾസ്, റോഡ് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന കിടിലൻ വ്യൂ ഒക്കെ ഉള്ള ഒരു വാട്ടർഫോൾസാണ്. വാട്ടർഫോൾസിൻ്റെ മറ്റു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സാധനം ശരിക്കും കാണാനാണെങ്കിൽ മഴക്കാലത്താണ് കാണേണ്ടത്. നമ്മുടെ ഫസ്റ്റ് സീസൺ ഓഫ് മൺസൂണിൻ്റെ സമയത്തുള്ള ആ മഴക്കാലത്ത് ഇതിൻ്റെ കളറും രൂപവും ആകെ മാറി ഇത് റോട്ടിലേക്കൊക്കെ ശരിക്കും ഒരു ബ്രൗൺ കളറിൽ വെള്ളങ്ങൾ, എന്താ പറയുക, വെള്ളത്തുള്ളികളും എല്ലാം ഒരു ബ്രൗൺ കളറിലായി മാറി ചെളിയുടെ ഒരു കളറായിട്ട് ഈ വാട്ടർഫോൾസ് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇത് മേളിൽ നിന്ന് താഴേക്ക് ഒഴിക്കുന്നത്. എപ്പോഴും ഇവിടെ ഈ റോട്ടിൽ കൂടെ സഞ്ചരിക്കുന്നത്, അതായത് കുട്ടിക്കാനം ഇടുക്കിയിലോട്ടൊക്കെ പോകുന്ന എല്ലാവരും ഇവിടെ വന്ന് ഇവിടെ നിർത്തിയിട്ടേ പോകാറുള്ളൂ. നമ്മൾ വാഗമണ്ണിൽ നിന്ന് നേരെ വന്നത് നമ്മുടെ പാഞ്ചാലിമേട്ടിലേക്കാണ് കേട്ടോ. ഇവിടെ ഇടുക്കിയുടെയും കോട്ടയത്തിൻ്റെ സ്വന്തം പാഞ്ചാലിമേടാണ്. കുട്ടിക്കാനം കഴിഞ്ഞിട്ടാണ് പാഞ്ചാലിമേട് എന്ന് പറഞ്ഞ സ്ഥലം. പാഞ്ചാലിമേട് വരുമ്പോൾ കാണുന്ന ആദ്യത്തെ സംഭവം എന്ന് വെച്ചാൽ ഈ കാണുന്ന ഒരു ആർച്ചാണ്. ഈ കുരിശുപള്ളിയിലേക്ക് പോകുന്ന ആർച്ച് 1956 പണിത
പള്ളിയാണത്. അതിൻ്റെ തൊട്ടടുത്ത് നമുക്കൊരു അമ്പലവും കാണാം. അത് കഴിഞ്ഞ് നമ്മൾ ഈ കാണുന്ന ഇല്ലികളുടെ ഇടയിൽ കൂടി പോകുമ്പോൾ പാഞ്ചാലിമേടിൻ്റെ അടിപൊളിയായിട്ട് നിർമ്മിച്ചാണ് വേറൊരു ആർച്ച് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ അകത്ത് ചെല്ലുമ്പോൾ കൽമണ്ഡപം. ഇവിടെ മൊത്തം കല്ലിലാൽ തീർത്ത കുറേ സംഭവങ്ങളുണ്ട് ആർക്കിടെക്ചർ ഭാഗമായിട്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഞ്ചാലിമേട് മെയിനായിട്ട് ഉള്ള എക്സ്പ്ലോറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റുന്ന ഈ കൽമണ്ഡപം, ഇതൊക്കെ ഫോട്ടോഗ്രാഫിക്കായിട്ടുള്ള എന്തൂസിയാസ്റ്റിന് വന്നിട്ട് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം. ഒരു തമിഴ്നാട് ടച്ച് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു ജീപ്പ് കിടക്കും, ഒരു MM540 ആണല്ലോ. അത് നമ്മൾ അവിടെ നിന്ന് നടന്ന് നേരെ പോകുമ്പോൾ നമ്മുടെ ബാക്ക് സൈഡിലോട്ട് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ കിടിലിനൊരു മലയും കാണാൻ പറ്റും. പിന്നെ നമുക്ക് നേരെ മുന്നോട്ടാണ് നടക്കാനുള്ളത്. അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലായിട്ടൊരു സൈൻ ബോർഡുണ്ട്, ഇടിമിന്നൽ ഏൽക്കാൻ സാധ്യതയുള്ള സ്ഥലം. സോ പാഞ്ചാലിമേട് വരുന്നൊരു സിപ്പ് ലൈൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കട്ടോ. സോ നമ്മളിപ്പോൾ കറൻ്റ്ലി ഉള്ളത് പാഞ്ചാലിമേടിലാണ്. പാഞ്ചാലിമേടിൽ നമ്മുടെ ഭുവനേശ്വരി ടെമ്പിളിൻ്റെ ഒക്കെ അടുത്തായിട്ട്. അപ്പോൾ ഇവിടെ വരാനുള്ള മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മളൊന്ന് സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ചെയ്യാണ്. സോ നമുക്ക് സിപ്പ് ലൈനിൻ്റെ അങ്ങോട്ട് പോകാം. ഓക്കെ, ജസ്റ്റ് 350 റുപ്പീസാണ് പെർ പേഴ്സൺ എന്നുള്ളതാണ് നമ്മുടെ ഒരു അറിവ്. സോ ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഏകദേശം ഒരു 30-40 സ്റ്റെപ്പ് കയറി ചെന്നാലാണ് സത്യം പറഞ്ഞാൽ ഈ കാണുന്ന കാഴ്ച ഉണ്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് അവിടെയൊക്കെ വന്ന ഹട്ടുണ്ടോ, അതാണ് നമ്മുടെ ടോട്ടൽ ലെങ്ത് വരുന്നത് സിപ്പ് ലൈൻ്റെ. സത്യം പറഞ്ഞാൽ നമുക്കുള്ള കംപ്ലീറ്റ് ഗൈഡൻസും തന്നിട്ടാണ് നമ്മളെ സിപ്പ് ലൈനിൽ കയറ്റി വിടുന്നത്. സംഭവം കുറച്ച് റിസ്ക് ആണെന്നൊക്കെ ആദ്യം തോന്നും, പക്ഷെ ഭയങ്കര ഫണ്ണാണ്. എന്ന് വെച്ചാൽ ഞാൻ കയറിയപ്പോഴാണ് ആ ഫണ്ട് എനിക്ക് ശരിക്കും മനസ്സിലായത്. സത്യത്തിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ വ്ളോഗ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടാണ്. കാരണം ഫോണാണ്, നമ്മൾക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ വള്ളി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഏകദേശം നമ്മുടെ കാല് ഭൂമിയിൽ എത്താറായി. ലാസ്റ്റ് ആ ജെർക്കിങ്, അയ്യോ, അത് ഫീൽ ചെയ്യുമ്പോൾ തന്നെ കയ്യിൽ പോകും ശരിക്കും. എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഫോൺ ചാടി പോയേനെ, കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുമല്ലോ. അങ്ങനെ അവർ നമ്മുടെ ബെൽറ്റൊക്കെ ഊരി നമ്മളെ സാധാ മനുഷ്യനാക്കി തിരിച്ച് താഴേക്ക് ഇറക്കി വിടുകയാണ്. സോ നമ്മൾ സിപ്പ് ലൈനിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ താഴത്ത് ആ ഒരു ലോവർ ഏരിയ നമ്മുടെ ജീപ്പിൻ്റെ ഒരു മേളിലെത്തി. അപ്പോൾ സാധനങ്ങളൊക്കെ അവിടെ തന്നെ നമുക്ക് സേഫായിട്ട് വെക്കാം കേട്ടോ. നമുക്ക് ജയിപ്പിക്കൂടി പോകാം. അടിപൊളി എക്സ്പീരിയൻസ്, ഒരുപാട് മിസ് ചെയ്യാതെ വരാൻ പറ്റും. പാഞ്ചാലിമേടിലുള്ള കുരിശുപള്ളിയുടെ അടുത്ത് വരെ എത്തി. ഇവിടെ ഒരു മണ്ഡപമൊക്കെ ഉണ്ട്, ഒരു സ്റ്റോണിൽ തീർത്തൊരു മണ്ഡപം. ഇവിടെ മാത്രമല്ല അവിടെയും ഉണ്ട് മണ്ഡപം. പിന്നെ നമ്മുടെ ആ ക്രോസ്, മെയിനായിട്ടുള്ള ക്രോസുള്ള സ്ഥലമാണ് ആ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാഞ്ചാലിമേടിലെ അട്രാക്ഷൻ. അപ്പോൾ വാഗമണ്ണ് വന്നിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ പാഞ്ചാലിമേട് വരാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത പോലെ സിപ്പ് ലൈനും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ വാഗമണ്ണിൽ നിന്ന് നേരെ വന്നത് എവിടേക്കാ, നമ്മുടെ പാഞ്ചാലിമേട് സിപ്പ് ലൈൻ. അത് കിട്ടില്ല സ്ഥലമുണ്ടോ. തുമ്പിക്കൈ കൂടെ വെള്ളം ചുറ്റുന്ന വന്നിട്ടുണ്ട് ഗൈസ്. അതാണ് ഈ കാഴ്ച. നമ്മൾ വാഗമണ്ണ് വന്ന് തിരിച്ചു പോകണേന്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഉള്ളത് പാഞ്ചാലിമേടാണ്. പാഞ്ചാലിമേട് വരാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ചെയ്യണമെന്നില്ലേ. അപ്പോൾ വാഗമണ്ണ് മഴയും നല്ല കോടയൊക്കെ കാരണം അവിടെ അത് പോസിബിൾ അല്ലായിരുന്നു. ദെൻ സെക്കൻഡ് ചോയ്സ് വേറെ നമുക്ക് മൂന്നാറൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇച്ചിരി കൂടി ലോങ് ആയിട്ട് കിട്ടുന്നത് വാഗമണ്ണിൻ്റെ അത്രയും കിട്ടില്ല, ഡബിൾ സൈഡല്ല, വണ്ണ് ഒരാൾക്ക് മാത്രമേ ലൈനിൽ പോകാൻ പറ്റുന്ന ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പ്ലാനിൽ വന്നത്. അതെന്തായാലും അടിപൊളിയായി, കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. പാഞ്ചാലിമേടിൽ സംഭവമുണ്ട്, 350 ആണ് പെർ പേഴ്സണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഓക്കെ, ബൈ.